നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കൾ ഉണ്ടാകും. എന്നാൽ ചില സുഹൃത്തുക്കളുമായി നമ്മൾ അധിക ദിവസം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് ഞാനിപ്പോൾ നാട്ടിലുണ്ട്, നമുക്കൊന്ന് കാണാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളും വളരെ സന്തോഷത്തോടു കൂടി അവരെ പോയി കാണും. അപ്പോൾ പഴയ കഥകൾ, പഴയ ഓർമ്മകൾ എല്ലാം പങ്കിടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. അതുപോലെ 2016 വർഷം ഇന്തോനേഷ്യയിലെ ജക്കാർത്ത എന്ന സ്ഥലത്ത് മിർന എന്ന പെൺകുട്ടി തൻ്റെ 2 ബാല്യകാല സുഹൃത്തുക്കളെ കാണാനായി ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. കാരണം ആ 2 ഫ്രണ്ട്സുമായി ഓസ്ട്രേലിയയിൽ അവൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. പല വർഷങ്ങൾ കഴിഞ്ഞ് അവരെ വീണ്ടും കാണാൻ പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തിൽ പോകുന്നു. എന്നാൽ അവിടെ മിർനയ്ക്ക് സംഭവിച്ചത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തത്. പോലീസിന് സത്യത്തിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. പക്ഷെ അവിടെയുള്ള CCTV ഫൂട്ടേജ് പരിശോധിക്കുമ്പോൾ പോലീസുകാർ മാത്രമല്ല, ഇന്തോനേഷ്യ മുഴുവനും ഞെട്ടുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു കേസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തന്ന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ആയിരത്തി 1988 വർഷം ഇന്തോനേഷ്യയിലെ ജക്കാർത്ത എന്ന സ്ഥലത്ത് വളരെ സമ്പന്ന കുടുംബത്തിൽ മിർന എന്ന പെൺകുട്ടി ജനിച്ചു. അവൾക്ക് 2 സഹോദരങ്ങൾ കൂടെ ഉണ്ട്. അവളുടെ അച്ഛൻ ഒരു ബിസിനസ്മാൻ ആണ്, ഒരുപാട് സമ്പന്നൻ. അവൾക്ക് ഒരുപാട് ബിസിനസ്സുകൾ ഇന്തോനേഷ്യയിലുണ്ട്. സമ്പന്ന കുടുംബത്തിൽ വളർന്നാലും അവൾ വളരെ എളിമയുള്ള പെൺകുട്ടിയായിരുന്നു. എപ്പോഴും എല്ലാവരെയും ബഹുമാനിക്കുന്ന നല്ല ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ പല വർഷങ്ങൾ പോകുന്നു. അവൾ ഇന്തോനേഷ്യയിലെ സ്കൂളിംഗ് കഴിഞ്ഞിട്ട് കോളേജ് എവിടെ പഠിക്കാം എന്ന് ചിന്തിക്കുകയാണ്. അവൾക്ക് ഗ്രാഫിക് ഡിസൈനിൽ ഒരുപാട് താല്പര്യമുള്ളത് കൊണ്ട് അത് സംബന്ധിക്കുന്ന ഏതെങ്കിലും കോളേജിൽ പോയി പഠിക്കാം, അതും പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കണം എന്ന് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അതിനായിട്ടുള്ള കോളേജ് തിരയുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള സിഡ്നിയിൽ ബില്ലി ബ്ലൂ കോളേജ് എന്ന ഒരു കോളേജ് കണ്ടുപിടിച്ചു. അത് ഡിസൈൻ പഠിക്കാനായി വളരെ പെർഫെക്റ്റ് ആയ കോളേജ് ആയതുകൊണ്ട് അവിടെ പോയി ജോയിൻ ചെയ്യുന്നു. അവളെ സംബന്ധിച്ച് സമ്പന്ന കുടുംബത്തിലുള്ളവളായതുകൊണ്ട് പണം ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് ഡയറക്റ്റ് സിഡ്നിയിൽ ചെന്ന് ആ കോളേജിൽ ജോയിൻ ചെയ്തു. സാധാരണ ഇങ്ങനെ മറ്റൊരു നാട്ടിലുള്ളവർ പുറം നാടുകളിൽ ചെന്ന് പഠിക്കുന്ന സമയത്ത് അവർ ഏത് സ്ഥലത്തു നിന്നാണോ വന്നത് ആ സ്ഥലത്ത് നിന്ന് വന്ന ഒരുപാട് കുട്ടികൾ അതേ കോളേജിലുണ്ടെങ്കിൽ അവരുമായി നമുക്കൊരു പ്രത്യേക അടുപ്പം ഉണ്ടാകും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കുറേ പേർ ഒരുമിച്ച് പഠിക്കുന്നു, അവരുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നു, ഒരു പ്രത്യേക ബന്ധം തന്നെ അവർക്കിടയിൽ ഉണ്ടാകും. അങ്ങനെ അവൾ ആ കോളേജിൽ പഠിക്കുമ്പോൾ ഇന്തോനേഷ്യയിലെ മറ്റു സ്റ്റുഡൻസുമായെല്ലാം അവൾ നല്ല കൂട്ടാകുന്നു. അങ്ങനെ എല്ലാവരുമായി കൂട്ടാകുന്ന സമയത്ത് മിർനയ്ക്ക് ജെസിക എന്നൊരു കൂട്ടുകാരിയെ കിട്ടി. അവളും അതേ കോളേജിലാണ് പഠിക്കുന്നത്. അവളും ഇന്തോനേഷ്യയിലെ പെൺകുട്ടിയാണ്. പാർട്ടിക്ക് പോവുക, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ടൂറിന് പോവുക, ഔട്ടിംഗ് പോവുക, ഇങ്ങ് ഇന്തോനേഷ്യൻ സ്റ്റുഡൻസിനിടയിൽ തന്നെ ഒരു ഗ്യാങ് ഉണ്ട്. അതിലും മിർന, ജെസിക വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. പൊതുവെ ഇങ്ങനെ പുറം നാടുകളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ 99% പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി നോക്കി അവിടെ തന്നെ സെറ്റിലാകും. ചിലർ മാത്രമാണ് സ്വന്തം നാട്ടിലേക്ക് തിരികെ വരിക. മിർനയെ സംബന്ധിച്ച് അവൾ ഓസ്ട്രേലിയയിൽ സെറ്റിലാകണമെന്ന ഉദ്ദേശമേ ഇല്ല. അതുകൊണ്ട് പഠിത്തം അവസാനിച്ചിട്ട് സ്വന്തം നാടായ ഇന്തോനേഷ്യയിലേക്ക് തന്നെ വരുന്നു. അതേസമയം ഒരുപാട് ഫ്രണ്ട്സ് ഇന്തോനേഷ്യയിലേക്ക് വന്നാൽ പോലും ജെസിക മാത്രം എനിക്ക് ഓസ്ട്രേലിയ ലൈഫ് ഇഷ്ടമാണ്, ഇവിടെ തന്നെ എനിക്ക് ജോലി കിട്ടും, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്ക് ഇന്തോനേഷ്യയിൽ വരാൻ താല്പര്യമില്ല, ഞാൻ ഇവിടെ തന്നെ സെറ്റിലാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ പെർമനന്റ് റെസിഡൻസി വാങ്ങുന്നു. ശരി, നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് മിർനയും ഇന്തോനേഷ്യയിലേക്ക് വരുന്നു. ജെസിക, മിർന 2 സ്ഥലങ്ങളിലായാൽ പോലും അവർക്കിടയിലുള്ള ആ ഒരു ബന്ധം, ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും മെസ്സേജ് അയക്കുക, ഫോൺ വിളിക്കുക, സംസാരിക്കുക, വീഡിയോ കോൾ ചെയ്യുക, ഇങ്ങനെ 2 നാടുകൾക്കും ഇടയിലുണ്ടായിരുന്ന ദൂരം അവരുടെ ഫ്രണ്ട്ഷിപ്പിനില്ലായിരുന്നു. ഇങ്ങനെ മിർനയ്ക്ക് ഇന്തോനേഷ്യയിൽ നല്ലൊരു ജോലി കിട്ടുന്നു. അവിടെ ആരിഫ് എന്ന ഒരാളെ കാണുന്നു, അവനെ പ്രണയിക്കുന്നു. 2 വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി ഇവർക്ക് വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. മൊത്തത്തിൽ മിർനയുടെ ജീവിതം, അവൾ എത്ര തന്നെ പുറം നാട്ടിൽ പഠിച്ചിട്ട് വന്നാൽ പോലും തൻ്റെ സംസ്കാരം അനുസരിച്ച് അമ്മയുടെയും അച്ഛൻ്റെയും സമ്മതത്തോടു കൂടി വിവാഹം നടത്താനും പോകുന്നു. നല്ലൊരു ജോലി കിട്ടി, സ്വന്തം നാട്ടിൽ സെറ്റിലായി, ജീവിതം നന്നായി പോകുന്നു. എന്നാൽ ഇതിനെല്ലാം വിപരീതമായിരുന്നു അവളുടെ കൂട്ടുകാരി ജെസികയുടെ ജീവിതം. സിഡ്നിയിൽ ജെസികയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, പക്ഷെ അവനുമായി അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ഒരു ദിവസം പ്രശ്നമുണ്ടാകും, അടുത്ത ദിവസം സംസാരിക്കും, വീണ്ടും അടുത്ത ദിവസം പ്രശ്നമുണ്ടാകും, വീണ്ടും സംസാരിക്കും. ഇങ്ങനെ മാറി മാറി അവളുടെ ജീവിതം പോവുകയായിരുന്നു. ആ ബോയ് ഫ്രണ്ട് അവളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. മൊത്തത്തിൽ ജെസിക ബോയ് ഫ്രണ്ടുമായി അത്ര ഹാപ്പി അല്ല എങ്കിൽ കൂടിയും അവനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ളതും അവളുടെ ഒരു താല്പര്യമായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെ 2014 വർഷം മിർന ഒരു ദിവസം, ഒരുപാട് ദിവസമായല്ലോ ഓസ്ട്രേലിയയിൽ പോയിട്ട്,
അവിടെ സിഡ്നിയിൽ പോയിട്ട് തൻ്റെ ഫ്രണ്ട് ജെസിക്കയെ കാണാം. അവിടെ പഴയ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്, അവിടേക്കൊന്ന് മീറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ സിഡ്നിയിലേക്ക് പോകുന്നു. അവിടെ ജെസിക്കയെ കാണാൻ പ്ലാൻ ചെയ്യുന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ ജെസിക്കയെ വരാൻ ആവശ്യപ്പെട്ടു. അവളും വരുന്നു. രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിർന അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ ജെസിക്ക തിരികെ പറയുന്നു, എൻ്റെ ബോയ്ഫ്രണ്ടുമായി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ ബന്ധം അത്ര നല്ലതല്ല, അവൻ എന്നെ ടോർച്ചർ പോലും ചെയ്യുന്നു, മൊത്തത്തിൽ അവൻ എനിക്ക് ആവശ്യമില്ല എന്ന് പോലും എനിക്ക് തോന്നുകയാണെന്ന്. ഇത് കേട്ട മിർനയും, ശരി അങ്ങനെയാണെങ്കിൽ അവൻ അത്ര മോശമാണെങ്കിൽ നീ എന്തിനാ അവൻ്റെ കൂടെ ജീവിക്കണം, അവൻ നിനക്ക് യോഗ്യനല്ലെങ്കിൽ നീ അവനിൽ നിന്നും വേർപിരിയാൻ പറയുന്നു. ഇത് കേട്ട ജെസിക്കയ്ക്ക് ദേഷ്യം വന്നു. എൻ്റെ മനസ്സിലുള്ള മുറിവും വേദനയുമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. എൻ്റെ ബോയ്ഫ്രണ്ടിനെ ഞാൻ കട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നീ പറയാൻ പാടില്ല, അത് പറയാനുള്ള അവകാശം നിനക്കില്ല, അതൊക്കെ ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് ജെസിക്ക ദേഷ്യത്തിൽ മിർനയെ വഴക്ക് പറയാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റിലെ കണ്ണാടി ഗ്ലാസുകൾ പൊട്ടിച്ചെറിഞ്ഞിട്ട് ഒന്നും പറയാതെ അവൾ എഴുന്നേറ്റ് പോയി. ഇത് മിർനയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കി. ഇത്ര വർഷവും നല്ല കൂട്ടുകാരായിരുന്നു, തൻ്റെ ഫ്രണ്ട് ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ എന്ന് കരുതിയാണ് അവളൊന്ന് ഉപദേശിച്ചത്. അവൾ ഇത്ര സീരിയസ് ആക്കിയല്ലോ, ശരി അവൾ അങ്ങനെ ആയിരിക്കും എന്ന് കരുതി അല്പം സങ്കടമാണെങ്കിൽ കൂടിയും മറ്റു കൂട്ടുകാരെ എല്ലാം കണ്ടിട്ട് തിരികെ ഇന്തോനേഷ്യയിലേക്ക് വരുന്നു. മിർന ഇന്തോനേഷ്യയിലേക്ക് വന്നതിന് ശേഷം താൻ പ്രണയിച്ച ആരിഫ് എന്നയാളെ വിവാഹം കഴിച്ചിട്ട് നല്ലൊരു കുടുംബജീവിതം തുടങ്ങി. എന്നാൽ ഈ സമയം ഓസ്ട്രേലിയയിൽ അവളുടെ ഫ്രണ്ട് ജെസിക്കയുടെ ജീവിതം ദിവസങ്ങൾ കഴിയുന്തോറും മോശമായി കൊണ്ടിരുന്നു. അങ്ങനെ അവൾ അവൻ്റെ ബോയ്ഫ്രണ്ടുമായി പിരിയുന്നു. എത്ര തന്നെ അവനെ വിട്ട് പിരിഞ്ഞാൽ പോലും അവനെ മറക്കാനാകാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. മദ്യത്തിന് അടിമയാകുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു ദിവസം മദ്യപിച്ചു വണ്ടി ഓടിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നു. അവൾക്ക് നല്ല രീതിയിൽ പരിക്കേറ്റു, ഇടുപ്പിലെ എല്ലുകൾ പൊട്ടി കഷ്ടപ്പെട്ടു. അതും അവളെ മദ്യപാനത്തിന് അടിമയായതുകൊണ്ട് അവൾ നോക്കിയ ജോലി മോൾക്ക് നഷ്ടമായി. ഇങ്ങനെ സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത്, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വെറുതെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ടായ മിർന ഇന്തോനേഷ്യയിൽ ഒരാളെ വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്ന പോസ്റ്റുകൾ കാണുന്നു. ഒരു ഭാഗത്ത് താൻ ഇത്രയേറെ കഷ്ടപ്പെടുന്നു, മറ്റൊരു ഭാഗത്ത് തൻ്റെ ഫ്രണ്ട് ഇത്രയേറെ സന്തോഷിക്കുന്നു. അവൾക്കൊരു അസൂയ വരാൻ തുടങ്ങി. അസൂയ മാത്രമല്ല, ജെസിക്കയ്ക്ക് മിർനയോട് ദേഷ്യം വരാൻ തുടങ്ങി. എന്നെ അവൾ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ, എല്ലാവരെയും അവൾ വിളിച്ചു, എന്തുകൊണ്ട് അവൾ എന്നെ വിളിച്ചില്ല എന്ന് ദേഷ്യം തോന്നി. എന്തുകൊണ്ട് മിർന ജെസിക്കയെ വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ, അന്ന് റെസ്റ്റോറൻറ്റിൽ മിർനയോട് വളരെ മോശമായി പെരുമാറി. എന്തായാലും ഞാൻ വിളിച്ചാലും അവൾ വരില്ല, വെറുതെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് കരുതിയാണ് മിർന ജെസിക്കയെ വിളിക്കാത്തത്. ഇങ്ങനെ ഈ രണ്ട് ഫ്രണ്ട്ഷിപ്പിനിടയിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ജെസിക്ക, ശരി നമുക്ക് മനസ്സ് ശരിയില്ല, അല്പം ഒന്ന് റിലാക്സ് ചെയ്യാം, സ്വന്തം നാടായ ഇന്തോനേഷ്യയിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. ഇന്തോനേഷ്യയിലേക്ക് വരുന്നു. അങ്ങനെ വന്ന ഉടനെ എല്ലാ ഫ്രണ്ട്സിനും കോൾ ചെയ്യുന്നു. അതും ഓസ്ട്രേലിയയിൽ തൻ്റെ കൂടെ പഠിച്ച എല്ലാ ഇന്തോനേഷ്യൻ ഫ്രണ്ട്സിനെയും കോൾ ചെയ്തപ്പോൾ മിർനയെ വിളിച്ചു. മിർനയോട് വിളിച്ചിട്ട്, ഞാൻ അന്ന് നിന്നോട് വളരെ മോശമായി പെരുമാറി, സോറി, പല മൈൽ ദൂരം ഞാൻ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്, നിന്നെയും മറ്റു ഫ്രണ്ട്സിനെയും കാണാനാണ്, നമുക്ക് പ്ലാൻ ചെയ്തൊരു ദിവസം മീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. മിർന അല്പം ഒന്ന് ആലോചിച്ചു. അന്ന് അങ്ങനെ പെരുമാറിയല്ലോ, വീണ്ടും പോയാൽ അവൾ എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ലല്ലോ എന്ന് ചിന്തിച്ചു. ഈ സമയം മിർനയുടെ ഭർത്താവ് പറഞ്ഞത്, ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് പ്രശ്നങ്ങൾ വളരെ സാധാരണമാണ്, അവൾ തിരികെ സോറി ചോദിച്ചല്ലോ, നീ ഒന്ന് പോയി കണ്ടിട്ട് വാ, ഇങ്ങനെ പറയുന്നു. മിർനയും അതിന് ശരിയെന്ന് പറഞ്ഞ് കാണാൻ സമ്മതിച്ചു. 2016 ജനുവരി മാസം 6-ാം തീയതി വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി ഒരു റെസ്റ്റോറൻറ്റിൽ കാണാം എന്ന് പ്ലാൻ ചെയ്തു. ജെസിക്ക മിർനയ്ക്ക് ഹണി എന്ന ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ 5 മണിക്ക് അവർ പ്ലാൻ ചെയ്തതുപോലെ റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാവരും എത്തി. 3 പേർക്കും ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. അതിൽ ജെസിക്ക ഹണി കോക്ടെയിൽ കുടിക്കുന്നു. മിർനയ്ക്ക് എപ്പോഴും ഐസ് കോഫിയാണ് ഇഷ്ടം. അവൾ അത് ഓർഡർ ചെയ്തു. ഏകദേശം 5:10 അവൾ ഐസ് കോഫിയിൽ അല്പമൊന്ന് സിപ്പ് ചെയ്തു. എന്നാൽ അത് കുടിച്ചതും അത് വ്യത്യസ്തമായൊരു ടേസ്റ്റ് ആയിരുന്നു. അവൾക്ക് എന്തോ കയപ്പ് തോന്നി. അത് താഴെ വെച്ചിട്ട് അവൾ എന്തോ പോലെ മുഖഭാവം കാണിച്ചു. എന്തോ കയ്പുണ്ടെന്ന് തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ പിന്നിലേക്ക് ചായുന്നു. ഐസ് കോഫി കുടിച്ച് അടുത്ത ചില സെക്കൻഡിൽ തന്നെ മിർന മരിക്കുന്നു. ഇത് കണ്ടത് ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്ത് സംഭവിച്ചു? നന്നായിരിക്കുകയായിരുന്നു, പെട്ടെന്ന് മയങ്ങി വീണല്ലോ എന്ന്. സംസാരിക്കുന്നില്ല, ശ്വാസം വിടുന്നില്ല. CPR കൊടുക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചു. പെട്ടെന്ന് അടുത്തൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പരിശോധിച്ചപ്പോൾ അവൾ മരിച്ച് ചില മിനിറ്റുകൾ ആയി എന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാവർക്കും ഇത് വലിയ ഞെട്ടലായി. 5 മണിക്ക് റെസ്റ്റോറൻറ്റിൽ വളരെ നന്നായി നടന്നു വന്ന പെൺകുട്ടി പെട്ടെന്ന് എങ്ങനെ മരിച്ചു എന്ന് ആർക്കും മനസ്സിലായില്ല. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് വന്നതാണോ, കഴിക്കുമ്പോൾ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി മരിച്ചതാണോ? ഇങ്ങനെ എല്ലാവരും വലിയ കുഴപ്പത്തിലായിരിക്കുന്ന സമയത്ത് അവളുടെ ശരീരം പ്രേത പരിശോധന ചെയ്യാനും കുടുംബം സമ്മതിച്ചില്ല. കാരണം മിർനയുടെ കുടുംബ സംസ്കാരം അനുസരിച്ച് ഒരാൾ മരിച്ചതിന് ശേഷം അവരുടെ ശരീരം പ്രേത പരിശോധന ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും
അവളെ പരിശോധിച്ച ഡോക്ടർ അവളുടെ വയറിന്റെ ഭാഗം സാധാരണ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് അതിനുള്ളിൽ വിഷമുള്ളത് കണ്ടുപിടിച്ചു. ഉടനെ ഇതിനെക്കുറിച്ച് പോലീസിനെ അറിയിച്ചു. മിർനയുടെ മരണം ഇതുവരെയും ഒരു സ്വാഭാവിക മരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ വിഷമുണ്ടെന്ന് പറയുകയും പോലീസ് ഇതൊരു കൊലപാതകമായി ഫയൽ ചെയ്ത് കേസ് അന്വേഷിക്കാൻ തുടങ്ങി. നിർഭാഗ്യവശാൽ മിർന അവസാനമായി കുടിച്ച ഐസ് കോഫി ആ ഹോട്ടലിലെ ജോലിക്കാർ അതിനുശേഷം എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ആ തെളിവും പോലീസിന് കിട്ടിയില്ല. പോലീസ് ഇപ്പോൾ ആ ഹോട്ടലിൽ അന്നത്തെ ദിവസം ആരൊക്കെ ഈ ഒരു കോഫി കുടിച്ചു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ മൊത്തം 27 പേർ 5 മണിക്ക് ആ ഒരു ഐസ് കോഫി കുടിച്ചിട്ടുണ്ട്. മറ്റാർക്കും യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ മിർനയ്ക്ക് മാത്രമാണ് എന്തോ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഹോട്ടൽ സ്റ്റാഫുകളെല്ലാം ചോദ്യം ചെയ്തു. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. അവരോട് തന്നെ പോലീസ് ചോദിച്ചു, സംശയത്തക്കത്ത രീതിയിൽ ഈ ഹോട്ടൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഹോട്ടലിലെ ചിലർ ഈ 3 ഫ്രണ്ട്സും 5 മണിക്ക് ഇവിടെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി. എന്നാൽ അതിൽ ജെസ്സിക്ക എന്ന പെൺകുട്ടി മാത്രം ഇവർ വരുന്നതിന് 2 മണിക്കൂറിന് മുൻപ് തന്നെ ഇവിടെ വന്നിരുന്നു. അവളുടെ പെരുമാറ്റവും വളരെ വിചിത്രമായിരുന്നു എന്ന് പറയുമ്പോൾ ആരാണ് ഈ ജെസ്സിക്ക എന്ന് പോലീസ് ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ജെസ്സിക്കയ്ക്കും മിർനയ്ക്കും നേരത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായി. എന്നാൽ അങ്ങനെയാണെങ്കിൽ തന്നെയും കൂട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങൾ വരുന്നത് സാധാരണയാണ്. അതും 2 വർഷത്തിന് മുൻപ് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് സാധാരണ ഒരു പ്രശ്നം വന്നു. അതിനുവേണ്ടി ജെസ്സിക്ക ഇവിടെ വന്ന് ഇവളെ കൊല്ലുമോ? അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പോലീസ് ചിന്തിച്ചു. പക്ഷേ എങ്കിലും ആ റെസ്റ്റോറൻറ്റിലെ CCTV ഫുട്ടേജസ് പരിശോധിക്കുമ്പോഴാണ് ആ കാഴ്ചകൾ കാണുന്തോറും പോലീസിന് പോലും വിശ്വസിക്കാനായില്ല. ഇതുവരെയും ജെസ്സിക്കയിൽ അല്പം പോലും സംശയമില്ലാത്ത പോലീസുകാർ ഈ ഒരു CCTV ഫുട്ടേജ് കണ്ടതിന് ശേഷം തീർച്ചയായും ജെസ്സിക്ക തന്നെയായിരിക്കും ഐസ് കോഫിയിൽ വിഷം വെച്ച് അവളുടെ കൂട്ടുകാരിയെ കൊന്നത് എന്ന് പോലീസ് തറപ്പിച്ചു തന്നെ പറഞ്ഞു. അങ്ങനെ ആ ഫുട്ടേജിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അന്ന് ഏകദേശം 3:30 ജെസ്സിക്ക റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നു. ആ ഫുട്ടേജ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. 5 മണിക്കാണ് ഇവരെല്ലാവരും പ്ലാൻ ചെയ്തത്. എന്നാൽ അവൾ എന്തിന് 3 മണിക്ക് തന്നെ ഇവിടെ വന്നു എന്നുള്ളത് അറിയില്ല. അകത്തേക്ക് വന്ന ഉടനെ എവിടെ പോയി ഇരിക്കാമെന്ന് അവിടെ എവിടെയായി നോക്കുന്നു. അങ്ങനെ ഒരു ടേബിൾ അവൾ തിരഞ്ഞെടുത്ത് 3:32 തിരികെ ആ റെസ്റ്റോറൻറ്റിൽ നിന്നും പുറത്തേക്ക് പോയി. അവൾ എന്തിന് പുറത്തേക്ക് പോയി എന്നതിന് അവൾ പറഞ്ഞ റീസൺ, ഞാൻ ഒരുപാട് ദിവസം കഴിഞ്ഞാണ് എൻ്റെ കൂട്ടുകാരെ കാണുന്നത്, അതുകൊണ്ട് അവർക്ക് ഗിഫ്റ്റ് വാങ്ങാനാണ് പോയത്. കറക്റ്റ് 4:14 അവൾ വീണ്ടും തിരികെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ആ സമയത്ത് കയ്യിൽ 3 ഡിഫറെൻറ്റ് ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് കയ്യിൽ വെച്ചിട്ട് വീണ്ടും റെസ്റ്റോറൻറ്റ് ചുറ്റി നോക്കാൻ തുടങ്ങി. എവിടെ പോയി ഇരിക്കാം എന്ന് ചിന്തിക്കുന്നു. എവിടെയാണോ CCTVയിൽ കൂടുതൽ കാണാത്ത സ്ഥലം, ആ സ്ഥലം തിരഞ്ഞെടുത്ത് ഇരിക്കാം എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ജെസ്സിക്ക തിരഞ്ഞത് എന്നാണ് പോലീസുകാർ പറയുന്നത്. അവസാനം ആ CCTV ഫുട്ടേജ് ഒരല്പം മറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ടേബിൾ സെലക്ട് ചെയ്യുന്നു. അതിൽ പോയിരിക്കുന്നു. താൻ വാങ്ങിയിട്ട് വന്ന 3 ബാഗും ആ ടേബിളിൽ വെച്ചു. 4:24 അവൾ തൻ്റെ ഫ്രണ്ട്സിന് എന്ത് വേണമെന്നുള്ളത് ഓർഡർ ചെയ്തു. 2 കോക്ടെയിൽ, തൻ്റെ ഫ്രണ്ട് മിർനയ്ക്ക് ഒരു ഐസ് കോൾഡ് കോഫി ഓർഡർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെർവർ അത് വന്ന് വെച്ചിട്ട് പോകുന്നു. ഈ ഡ്രിങ്ക്സ് എല്ലാം സെർവ് ചെയ്ത് 40 മിനിറ്റ്സ് കഴിഞ്ഞ് 5:16 അവളുടെ ഫ്രണ്ട്സ് 2 പേരും വരുന്നു. മിർന, ഹണി 2 പേർ. ആ റെസ്റ്റോറൻറ്റിൽ വന്ന ഉടനെ തൻ്റെ ഫ്രണ്ട് എവിടെയുണ്ട് എന്നുള്ളത് റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു. അവിടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞതും അവരും തൻ്റെ ഫ്രണ്ട് ജെസ്സിക്കയെ കാണുന്നു. പല ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ടതുകൊണ്ട് 2 പേരും പരസ്പരം ഹഗ് ചെയ്തിട്ട് ആ ടേബിളിൽ പോയിരിക്കുന്നു. അപ്പോൾ ആ ടേബിളിലുള്ള ഡ്രിങ്ക്സ് എടുത്ത് മിർന കുടിക്കാൻ തുടങ്ങി. ജസ്റ്റ് ഒന്ന് കുടിച്ച ഉടനെ തന്നെ അതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, കയപ്പ് തോന്നി. അവളത് താഴെ വെച്ചു. വളരെ വിചിത്രമായി അവൾ പെരുമാറാൻ തുടങ്ങി. കൈയൊക്കെ ആട്ടുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തിരിക്കുന്ന ഹണിയോട് നീ ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. അവളും അത് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കി. അടുത്തുള്ള ജെസ്സിക്കയ്ക്ക് കൊടുക്കുന്നു. എന്നാൽ അതവൾ വാങ്ങാൻ തയ്യാറല്ല. അവൾ കുടിക്കാൻ റെഡിയല്ല. മിർന ജസ്റ്റ് ഒന്ന് കുടിച്ചത് മാത്രമേ ഉള്ളൂ. അടുത്ത സെക്കൻഡിൽ തന്നെ അവളുടെ ശാരീരിക നില മോശമാകാൻ തുടങ്ങി. തല ചരിഞ്ഞ് ടേബിളിൽ കിടക്കുന്നു. ഇതാണ് മിർനയുടെ അവസാന നിമിഷങ്ങൾ. ഇതിനുശേഷം മിർന കണ്ണു തുറന്നില്ല. അവൾ ജീവനോടെയില്ല. വളരെ ദാരുണമായ രീതിയിൽ മരണപ്പെട്ടു. ഈ CCTV ഫുട്ടേജസ് പോലീസ് വീണ്ടും വളരെ ഡീപ്പായി പരിശോധിക്കുന്നു. അവൾ ഷോപ്പിംഗ് ചെയ്തിട്ട് 3 ബാഗ് എടുത്തിട്ട് വന്നു. ആ 3 ബാഗും ടേബിളിനെ ചുറ്റി വെച്ചിട്ട് സെർവർ ഒരു കോൾഡ് കോഫി വെച്ചിട്ട് പോയി. ഈ 3 ബാഗിനും നടുവിലായിട്ടാണ് ആ കോൾഡ് കോഫി ഉണ്ടായിരുന്നത്. ഒരുപാട് ദൂരെ നിന്നും കാണുന്ന ആ ഫുട്ടേജ് അനുസരിച്ച് ആ കോൾഡ് കോഫിയെ ചുറ്റി ചില അനക്കമുണ്ടായിരുന്നു. അതായത് ഒരു സ്റ്റേജിൽ ആ കോഫി കപ്പ് ജെസ്സിക്ക തൂക്കിയതുപോലെ പതിഞ്ഞിരുന്നു. എന്ത് സംഭവിച്ചു കാണുമെന്ന് പോലീസ് ഇപ്പോൾ പറയുന്നൊരു തിയറി, ഇവളുടെ ഫ്രണ്ട്സ് വരുന്നതിനും 1/2 മണിക്കൂറിന് മുൻപ് കോൾഡ് കോഫി ഓർഡർ ചെയ്തു. അതിൽ അവൾ വിഷം കലർന്നിരിക്കാം. അങ്ങനെ അവൾ കലർന്ന വിഷം ആരും കാണരുത് എന്നതിനു വേണ്ടി ചുറ്റി 3 ഷോപ്പിംഗ് ബാഗ് വെച്ച് മറച്ചു എന്നും പറയുന്നു. അതേസമയത്ത് മിർന ഈ ഒരു കോഫി ജസ്റ്റ് ഒന്ന് കുടിച്ച ഉടനെ തന്നെ അവൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഹണി എന്ന പെൺകുട്ടിയെ കുടിക്കാൻ ആവശ്യപ്പെട്ടു. അവളും ചെറുതായി കുടിച്ചിട്ട് താഴെ വയ്ക്കുന്നു. എന്നാൽ ജെസ്സിക്കയെ കുടിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവളിൽ ഒരു ഭയം കാണുന്നു. അയ്യോ എനിക്ക് വേണ്ട എന്ന രീതിയിൽ.
ഇതിലൂടെ തീർച്ചയായും ആ ഒരു കോഫിയിൽ വിഷം ഉണ്ട് എന്നുള്ളത് ജെസിക്കയ്ക്ക് അറിയാമായിരുന്നിരിക്കണം എന്നും പോലീസ് പറയുന്നു. തൻ്റെ കൂട്ടുകാരിയുമായി ഉണ്ടായ പഴയ പക തീർക്കാനാണ് മിർനയ്ക്ക് കോഫിയിൽ വിഷം കലർത്തി കൊന്നത് എന്ന കുറ്റത്തിന് ജെസിക്കയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്തോനേഷ്യയിൽ സാധാരണ കൊലപാതകം പോലുള്ള തെറ്റുകൾക്ക് 100% മരണശിക്ഷ തന്നെയാണ്. എന്നാൽ ഈ ഒരു കേസിൽ ഇവൾ കുറ്റവാളിയാണെന്ന് തെളിയിച്ചു. തീർച്ചയായും ഇവൾക്ക് വധശിക്ഷ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തിന്? മരിച്ചുപോയ മിർനയുടെ ബന്ധുക്കൾ, കുടുംബം എല്ലാവരും ജെസിക്കയ്ക്ക് വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അവളിപ്പോൾ ഇന്തോനേഷ്യൻ കൺട്രിയിലുള്ളവളല്ല, ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇന്തോനേഷ്യയ്ക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു, അവൾക്ക് വധശിക്ഷ കൊടുക്കരുത് എന്ന്. അതുകൊണ്ട് അവസാനം ഇന്തോനേഷ്യൻ ഗവൺമെന്റും ജെസിക്ക കുറ്റവാളിയെന്ന് ഉറപ്പുവരുത്തിയാൽ പോലും അവൾക്ക് വധശിക്ഷ കൊടുക്കില്ല എന്ന് ഉറപ്പുവരുത്തി. ഈ സമയത്ത് മിർനയെ കൊന്ന കുറ്റത്തിന് ജെസിക്കയുടെ കേസ് ഇന്തോനേഷ്യൻ കോടതിയിൽ ട്രയലിനായി പോകുമ്പോൾ അവളുടെ ഡിഫൻസ് ടീം പറഞ്ഞത്, നിങ്ങൾ അത്രയും CCTV ഫൂട്ടേജസ് പറഞ്ഞല്ലോ, എന്നാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവൾ കോഫി കപ്പ് തുറന്ന് അതിനുള്ളിൽ വിഷം കലർന്നതുപോലുള്ള തെളിവുണ്ടോ? നിങ്ങൾക്കത് കാണിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. എന്നാൽ അങ്ങനെ ഒരു തെളിവുമില്ലായിരുന്നു. ശരി, ഈ ഒരു വിഷം അവൾ എവിടെയാണ് വാങ്ങിയത്? അതിനുള്ള റെക്കോർഡ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? അതും പ്രോസിക്യൂട്ടറെ കൊണ്ട് കാണിക്കാൻ സാധിച്ചില്ല. ഇതൊന്നുമല്ലാതെ കൊലപാതകത്തിന് എന്ത് മോട്ടീവാണ്? അവൾ എന്തിനാ അവളുടെ കൂട്ടുകാരിയെ കൊല്ലണം? കൂട്ടുകാരികൾക്കിടയിൽ പ്രശ്നമുണ്ടാകാറുണ്ട്, സാധാരണയാണ്. അതും 2-3 വർഷങ്ങൾക്ക് മുൻപ് സിഡ്നിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പ്രശ്നമുണ്ടായി. ആ ഒരു പക തീർക്കാൻ വേണ്ടി ഇന്തോനേഷ്യയിലേക്ക് പറന്നു വന്ന് അവൾക്ക് കോഫിയിൽ വിഷം കലർത്തി കൊന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുമോ? അവളെ കൊല്ലാൻ യാതൊരു ഉദ്ദേശവും എൻ്റെ ക്ലയൻറ്റിനില്ല, യാതൊരു മോട്ടീവുമില്ല. തീർച്ചയായും എൻ്റെ ക്ലയൻറ്റ് യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആര് മിർനയെ കൊന്നിരിക്കാം എന്നതിന് ഇവരുടെ ഡിഫൻസ് ടീം പറയുന്നത് അവളുടെ ഭർത്താവ് തന്നെയായിരിക്കാം കൊല്ലാൻ സാധ്യത. അവളുടെ ഭർത്താവ് ഈ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പണം കൊടുത്ത് അയാൾ വഴി ഐസ് കോഫിയിൽ വിഷം കലർത്തി ഭാര്യയെ കൊന്നിരിക്കാം. അതിനെങ്ങനെ എൻ്റെ ക്ലയൻറ്റ് ജെസിക്ക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരിക? അതിനാൽ ജെസിക്ക നിരപരാധിയാണെന്ന് ഡിഫൻസ് ടീം വാദിച്ചു. ഈ സമയം പ്രോസിക്യൂട്ടർ പറഞ്ഞത്, ഇവർക്കിടയിൽ 1.5 വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രശ്നം മാത്രമല്ല, ജെസിക്കയുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നമുണ്ട്. മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നു. തൻ്റെ കാമുകനെ വിട്ട് പിരിഞ്ഞ് മദ്യത്തിന് അടിമയായി. അപകടം സംഭവിച്ചു. ആ സമയത്ത് അവളുമായി ഒരുമിച്ച് പഠിച്ച പെൺകുട്ടി വിവാഹം കഴിയുകയും ഭർത്താവായി നല്ല ജോലിയായി കുടുംബമായി സന്തോഷമായി ജീവിച്ചതുകൊണ്ട് മിർനയ്ക്ക് അവളോട് വലിയൊരു അസൂയയും ദേഷ്യവും ഉണ്ടായി. അതിൽ പകയുണ്ടായ ജെസിക്ക ആ പക വീട്ടാനായി മിർനയ്ക്ക് കോഫിയിൽ വിഷം കലർത്തി കൊന്നുവെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. അതും ആ CCTV ഫുട്ടേജ് കാണുമ്പോൾ അവൾ എന്തിന് 1.5 മണിക്കൂർ 2 മണിക്കൂർ മുൻപ് ആ റെസ്റ്റോറൻറ്റിൽ വരണം? ആ ടേബിളിന് ചുറ്റും ഷോപ്പിംഗ് ബാഗ് വെച്ച് അതിന് നടുവിൽ ആ കോഫി വെച്ച് അവൾ എന്തവിടെ ചെയ്തുകൊണ്ടിരുന്നു? എന്തിനു വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്? ഇതൊന്നുമല്ലാതെ ഈ ഐസ് കോഫിക്ക് കയപ്പുണ്ട് എന്ന് പറയുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഹണി എന്ന ഫ്രണ്ട് സംശയമൊന്നുമില്ലാതെ അവൾ അതൊന്ന് കുടിച്ചു നോക്കി. എന്നാൽ ജെസിക്ക മാത്രം എന്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു? കാരണം അതിൽ വിഷമുണ്ടെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ തന്നെയാണ് മിർനയെ കൊന്നതെന്ന് പ്രോസിക്യൂട്ടർ വാദിച്ചു. ഇപ്പോൾ ഡിഫൻസ് ടീം മറ്റൊരു വാദം കൊണ്ടുവന്നു. ശരി, സത്യത്തിൽ ആ ഐസ് കോഫിയിൽ വിഷം ഉണ്ട് എന്ന് തന്നെ കരുതുക. അതുപയോഗിച്ചാണ് മിർനയെ കൊന്നത് എന്ന് ചിന്തിച്ചാലും ആ ഹണി എന്ന കൂട്ടുകാരിയും ഒരു സിപ്പ് അതിൽ നിന്നും കുടിച്ചല്ലോ. പക്ഷെ അവൾക്ക് എന്തുകൊണ്ടൊന്നും പറ്റിയില്ല. അപ്പോൾ സത്യത്തിൽ ആ ഒരു കോഫിയിൽ വിഷം ഉണ്ടായിരുന്നോ എന്ന് ഒരു ചോദ്യം ചോദിച്ചു. എന്നാൽ ഈ ഒരു ചോദ്യത്തിന് ഇന്നുവരെയും ആർക്കും ഉത്തരം കിട്ടിയില്ല. അതും ഹണി ആ കോഫി കുടിച്ചു, പക്ഷെ അവൾക്ക് ശാരീരികമായി യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. അവളുടെ ശരീരം പരിശോധിക്കുമ്പോൾ യാതൊരു വിഷത്തിൻ്റെ അംശവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഐസ് കോഫിയിൽ വിഷം ഇല്ലായിരുന്നു എന്ന് പോലും ഡിഫൻസ് ടീം പറഞ്ഞു. ഇങ്ങനെ 2 ഭാഗത്തെ വാദവും കേട്ടതിന് ശേഷം തീർച്ചയായും ജെസിക്ക തന്നെയാണ് ഐസ് കോഫിയിൽ വിഷം കലർത്തി മിർനയെ കൊന്നത്. അതുകൊണ്ട് ജെസിക്ക കുറ്റവാളി എന്ന രീതിയിൽ ഇന്തോനേഷ്യൻ കോടതി പറയുകയും അവൾക്ക് 20 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. ഈ ശിക്ഷ എതിർത്ത് പലതവണ അവൾ അപ്പീൽ കൊടുത്തു. എന്നാൽ അപ്പീലെല്ലാം റിജക്റ്റ് ആവുന്നു. മറ്റു മാർഗമൊന്നുമില്ല, നിങ്ങൾ 20 വർഷം ഇന്തോനേഷ്യൻ ജയിലിൽ കഴിയണം എന്നായിരുന്നു വിധി. പല കുഴപ്പങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? മിർനയെ ആരായിരിക്കും കൊന്നത്? ജെസിക്ക സത്യത്തിൽ ആ ഒരു കോഫിയിൽ വിഷം കലർത്തി കൊന്നതാണോ? കാരണം ഈ ഒരു കേസിലെ CCTV ഫൂട്ടേജസ് വെച്ച് നോക്കുമ്പോഴും അവൾക്ക് ചുറ്റും നടന്ന പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും ജെസിക്ക തന്നെയാണ് ഐസ് കോഫിയിൽ വിഷം കലർത്തി കൊന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഈ ഒരു കേസിൽ എന്നെ സംബന്ധിച്ച് പൊരുത്തക്കേട് വരുന്ന ഒരേ ഒരു കാര്യം, വിഷം അവൾ കുടിച്ച ഉടനെ മരിച്ചു. ജസ്റ്റ് 5-6 സെക്കൻഡിൽ മരിച്ചു. അത്രയും പവർഫുള്ളായ ഒരു വിഷമായിരുന്നു. എന്നാൽ അതേ ഐസ് കോഫി ഹണി കുടിച്ചു. എന്നാൽ അവൾക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്തുകൊണ്ട് അവൾ മരിച്ചില്ല? അവളുടെ ശരീരത്തിൽ എന്തുകൊണ്ട് വിഷം വന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ആ ഐസ് കോഫിയിൽ വിഷം ഉണ്ടായിരുന്നോ എന്നൊരു സംശയം പോലും വരുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ മിർന ഐസ് കോഫി കുടിച്ചത് കൊണ്ട് തന്നെയാണോ മരിച്ചത്? അല്ലെങ്കിൽ അവൾ ആ റെസ്റ്റോറൻറ്റിൽ വരുന്നതിന് മുൻപ് തന്നെ അവളുടെ ശരീരത്തിൽ വിഷം ഉണ്ടായിരുന്നോ?
ഇത് ആർക്കും അറിയില്ല. ഈ ഒരു കേസിൽ എന്നെക്കൊണ്ടും 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല അവളെ കൊന്നത് ജെസിക തന്നെയാണോ എന്ന്. എന്നാൽ ഡിഫൻസ് ടീം പറഞ്ഞ വാദമനുസരിച്ച് ഭർത്താവ് മറ്റൊരാളെ ഉപയോഗിച്ച് വിഷം കൊടുത്ത് കൊന്നിരിക്കാം. അതും തെളിയിക്കാൻ യാതൊരു തെളിവുകളുമില്ല. മൊത്തത്തിൽ ജെസികയ്ക്ക് ശിക്ഷ കൊടുത്താൽ പോലും ഈ കേസിനെ സംബന്ധിച്ച് ചുരുളഴിക്കാൻ കഴിയാത്ത പല രഹസ്യങ്ങളും ഇപ്പോഴും ഉള്ളതായാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.